മുണ്ടമ്പേലി P&T കോളനി പുനരധിവാസ പദ്ധതി ഭരണകൂട അഴിമതിയുടെ ഉദാഹരണമെന്ന് CR നീലകണ്ഠൻ. ഭരണകൂട അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ദരിദ്രരായ മനുഷ്യരോടുള്ള അവഗണനയുടെയും ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മുണ്ടമ്പേലി P&T കോളനി പുനരധിവാസ പദ്ധതിയെന്ന് സാമൂഹ്യ പ്രവർത്തകനായ CR നീലകണ്ഠൻ ആരോപിച്ചു. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഇത്രയൊക്കെ മതിയെന്ന ഭരണകൂട സമീപനമാണ് P&T ഫ്ളാറ്റുകളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. P&T അപ്പാർട്ട്മെന്റ് പുനരധിവാസ സമര ഐക്യദാർഢ്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സർക്കാരിന്റെ സ്ഥാപനമായ GCDA. ഞാൻ ഈ GCDAയുടെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചതിൽ കൊച്ചിയെ നശിപ്പിച്ചതിൽ GCDAക്കുള്ള ഒരു പങ്ക് വളരെ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ്. വിശാല കൊച്ചി എന്നൊക്കെ പറയുമ്പോഴും വളരെ ദുർബല കൊച്ചിയാക്കി കൊച്ചിയെ മാറ്റിയതിൽ GCDAയുടെ പങ്ക് അത് വളരെ വിശദമായ വേറൊരു വിഷയമാണ്. ഞാൻ തൃക്കാക്കര താമസിക്കുകയാണ്. അവിടെ GCDA ചെയ്ത പണികളെക്കുറിച്ച് എനിക്കറിയാം. അതുപോലെ നിരവധി ഇടങ്ങളിൽ അവരുടെ സ്റ്റേഡിയം, ഞാൻ അത് ഓരോന്നായിട്ട് പറയല്ല. അപ്പം അത്രയുള്ള വിശാല കൊച്ചിയുടെ വികസനത്തിനുള്ള ഏജൻസി എന്ന അർത്ഥത്തിൽ വലിയ ലക്ഷ്യങ്ങളോടെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം എങ്ങനെയാണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കുന്നവരായി മാറിയത് എന്ന ചരിത്രം തന്നെ പരിശോധിക്കേണ്ടത്. നമ്മുടെ നാട്ടിലെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന്റെ തലത്തിലാണ് ചർച്ച ചെയ്യപ്പെടുക. ഞാൻ മനസ്സിലാക്കുന്നത് GCDAയുടെ തലപ്പത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷിയിലെയും ഇരു മുന്നണിയിലെയും ആളുകൾ വന്ന ചരിത്ര ആ കാലമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഒരു വ്യത്യാസവും GCDAയുടെ പ്രവർത്തനത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എല്ലാവരും ഇതിനെ ഒരു കറവ പശുവായി കാണുകയും ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ പോലെ GCDA കാണുകയും ചെയ്തു. ഞാനിപ്പോൾ ഈ ഭൂമിയെക്കുറിച്ചും ഒരുപാട് കഥകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. ഞാൻ കേട്ട കഥകളാണ്. നിങ്ങൾക്ക് എന്നേക്കാൾ നന്നായി അറിയാവുന്നവരുണ്ട്. അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇവരുടെ എല്ലാ നടപടികളിലും വളരെ കൃത്യമായ ലാഭ താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ P&T അപ്പാർട്ട്മെന്റിലെ അന്തേവാസികളെ പട്ടയത്തോടുകൂടി മാന്യമായി പുനരധിവസിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 2 വർഷമായപ്പോൾ തന്നെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നാശത്തിലായതിന്റെ ഉത്തരവാദികളായ രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും കർശനമായ ശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വല്ലാർപാടം പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലമ്പള്ളി നിവാസികളുടേത് ഉൾപ്പെടെ കേരളത്തിലെ പുനരധിവാസ പദ്ധതികളിലേറെയും P&T കോളനിയിലേതിന്റെ സമാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. P&T കോളനി നിവാസികളുടെ സമരം ഇത്തരത്തിലുള്ള പുനരധിവാസ പദ്ധതികളുടെ പ്രശ്നങ്ങളിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ തിരിയാൻ കാരണമാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അഡ്വക്കേറ്റ് KS മധുസൂദനൻ, ഹാരിഷ് അബു, അഭിലാഷ് പരമേശ്വരൻ, MK ശിവൻ, രാജേഷ്, VT സെബാസ്റ്റ്യൻ, സുജ ഭാരതി, കബീർ ഷാ, CS ജോസഫ്, ഷൈനി സുബിൻ, ധനലക്ഷ്മി, ഹനീഷ് KH, റാഷിം തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാം തന്നെ നമ്മുടെ അവകാശങ്ങളിൽ പെടുകയാണ്. അപ്പോൾ നമുക്കൊരു ഭൂമി തരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ലൈഫിലൂടെ മറ്റോ വീട് തരുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ അവകാശമായി തന്നെയാണ് നമുക്ക് നൽകുന്നത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഞാനിപ്പോൾ അഭിലാഷിൻ്റെ കൂടെയാണ് സ്ഥലം കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അഭിലാഷ് എനിക്ക് മുന്നറിയിപ്പ് തന്നു, എൻ്റെ പാത പിന്തുടരുക എന്ന്. പണ്ട് യോഹന്നാൻ ക്രിസ്തുവിനോട് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചെളിയിൽ താഴും കാല്, അഴുക്കിൽ താഴും കാല്. ഞാനതുകൊണ്ട് സദർത്ഥം അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ഓരോ ഫ്ലാറ്റിലേക്കും ഓരോ നിലയിലേക്കും കയറിപ്പോയത്. അപ്പോൾ കണ്ണീരൊലിപ്പിക്കുന്ന കുറേ ടെറസുകൾ കണ്ടു. ചൊറി പിടിച്ചതുപോലെ കൊറോഡ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുക, തുരുമ്പ് പിടിച്ച കണ്ടു. ഒരു കുട്ടിയുടെ ശരീരത്തിൽ കഴുത്തിൻ്റെ ഭാഗത്ത് തുരുമ്പ് പോലെ പിടിച്ച കുരുക്കളെ കണ്ടു. അങ്ങനെ വളരെ നിങ്ങൾക്ക് P&T എന്ന് പറയുമ്പോൾ ഞാനൊരു സാധ്യം വിചാരിച്ചത് P&T കോളേജിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്നത്. അന്നത്തെ P&Tക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് P&T ഓഫീസിൻ്റെ പുറകിൽ നിങ്ങൾ താമസിച്ചതുകൊണ്ട് നിങ്ങൾ P&T കോളനിക്കാരായി. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴോ അത് P&T ക്വാർട്ടേഴ്സായി. P&T ക്വാർട്ടേഴ്സ് ആയപ്പോൾ ഞാനത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് പീസ് ആൻഡ് ട്രസ്റ്റ്, സമാധാനവും വിശ്വാസവും. അപ്പോൾ സമാധാനവും വിശ്വാസവും
നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മളെ കൈപിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഈ സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിലാണ് ആ ഫ്ലാറ്റ് പണിതിരിക്കുന്നത്. ഇവർ താമസിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം ഒരു മഴ വന്നപ്പോൾ തന്നെ അപ്പാർട്ട്മെൻറ്റ് ചോരാൻ തുടങ്ങി. പുതിയ അപ്പാർട്ട്മെൻറ്റാണ്, കോടികൾ ചെലവഴിച്ച് പണിത ഈ അപ്പാർട്ട്മെൻറ്റ് ചോരാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സെപ്റ്റിക് ടാങ്ക് ഒലിച്ച് പുറത്തോട്ട് വരാൻ തുടങ്ങി. ഈ അപ്പാർട്ട്മെൻറ്റ് കാരണം തൊട്ടടുത്തുള്ള സാന്തോം കോളനിയിലുള്ള ജനങ്ങൾക്ക് പോലും ഉപദ്രവകരമായി. കാരണം ഈ അഴുക്ക് ജലം, ഈ മാലിന്യം അവരും കൂടി സഹിക്കേണ്ടി വന്നു. നേരത്തെ അവർക്ക് അതിനുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. നീ മെയിലും ചെക്ക് ചെയ്തേ. ഞാൻ നോക്കാം. കഴിഞ്ഞ തവണ ബാംഗ്ലൂർ പോയപ്പോ വാങ്ങിയതാ. 6 മാസം കൂടി ആയില്ല, അപ്പോഴേക്കും ഇതിന്റെ ലെൻസും മങ്ങി ഫ്രെയിമും ഡാമേജ് ആയി. പക്ഷെ അമ്മയുടെ കണ്ണട ഇപ്പോഴും എത്ര പെർഫെക്റ്റാ. ഞങ്ങള് കൊച്ചിക്കാർക്കേ കണ്ണട എന്നാൽ അത് ജെസൽ ഒപ്റ്റിക്കൽസാ. മറ്റെന്തും വാങ്ങും പോലെ കണ്ണട വാങ്ങാമെന്ന ധാരണ നീ മാറ്റണം. ഒപ്റ്റിക്കൽ ഷോപ്പിന്റെ പാരമ്പര്യം, വിശ്വാസ്യത, ഇതെല്ലാം പ്രധാനമാണ്. എന്റെ അച്ഛനാണ് എന്നെ ജെസൽ ഒപ്റ്റിക്കൽസിൽ ആദ്യമായി കൊണ്ടുപോയത്. മോളെ ഞാൻ കൊണ്ടുപോകാം. പക്ഷെ എല്ലാ ബ്രാൻഡുകളും അവിടെ കിട്ടുമോ? 2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജെസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജെസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജെസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി.